സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നീ കൺസെപ്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. Nowadays management have to think competitively which requires strategy. That is, strategy refers to long term thinking. ഒരു മാനേജ്മെന്റ്, ഇന്നത്തെ കാലഘട്ടത്തിലെ മാനേജ്മെന്റ് കോമ്പറ്റീറ്റീവ് വേൾഡിൽ സ്ട്രാറ്റജിക്കലി എന്ത് ചെയ്യണം, കാര്യങ്ങൾ തീരുമാനിക്കണം. ദാറ്റ് ഈസ് ലോങ് ടേം തിങ്കിങ് ആണ് നടത്തേണ്ടത്. അപ്പോൾ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് it refers to recording, classifying and analyzing cost data to achieve strategic objectives. സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ കോസ്റ്റ് ഡാറ്റയെ റെക്കോർഡ് ചെയ്യുകയും അതിനെ ക്ലാസിഫൈ ചെയ്യുകയും അതേപോലെ തന്നെ അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് ഇംപ്ലൈസ് അക്കൗണ്ടിങ് ഓഫ് കോസ്റ്റ് ഡാറ്റ for the purpose of establishing organizational strategy, controlling the success methods to achieve the strategies and evaluating the level of success in meeting the proclaimed strategies. അപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി, അതിൻ്റെ സ്ട്രാറ്റജിയെ ബേസ് ചെയ്തുകൊണ്ട്, സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് റിലേറ്റഡ് ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നതിൻ്റെയും റെക്കോർഡ് ചെയ്യുന്നതിനെയും ക്ലാസിഫൈ ചെയ്യുന്നതിനെയും നമുക്ക് എന്ത് പറയാം, സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം മീൻസ് ഇറ്റ് ഈസ് ആൻ അക്കൗണ്ടിങ് സിസ്റ്റം ഡിസൈൻഡ് ഫോർ മാനുഫാക്ചേഴ്സ് ദാറ്റ് ട്രാക്സ് ദി ഫ്ലോ ഓഫ് ഇൻവെന്ററി കണ്ടിന്യൂലി ത്രൂ ദി വാരിയസ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വാരിയസ് സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ വാരിയസ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും, ഈച്ച് സ്റ്റേജിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് യൂസ്ഡ് ബൈ ഫേംസ് ടു എസ്റ്റിമേറ്റ് ദി കോസ്റ്റ് ഓഫ് ദെയർ പ്രൊഡക്ട്സ് for profitability analysis, inventory valuation and cost control. ഓക്കെ, അപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോസസ്സിലേക്ക് അതിനെ വെക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ നിന്നും നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോയി, ദെൻ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോയി, ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ പ്രോസസ്സിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ദെൻ അതിൻ്റെ ഇൻവെന്ററി സ്റ്റേജസിനെ എന്ത് ചെയ്യാണ്, ട്രാക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നടത്തുന്നത്. ഇത്തരത്തിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ മാനേജ്മെന്റിനും അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടന്റിനും ഒരു ഇൻവെന്ററിയുടെ ഓരോ സ്റ്റേജിൽ നടക്കുന്ന പൊസിഷനെയും ഓരോ സ്റ്റേജസിനെയും എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്? സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is simply recording, classifying and analyzing cost data to achieve strategic objectives. That is known as strategic cost accounting. Then cost accounting system എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, it is an accounting system designed for manufacturers that tracks the flow of inventory continually through the various stages of production. Okay, ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയും. പാർട്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ വരുന്ന ചില പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ഇൻപുട്ട് മെഷർമെന്റ് ബേസിസ് ആണ്. ഇൻപുട്ട് മെഷർമെന്റ് ബേസിസ്, ദാറ്റ് ഈസ് ദി കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം സ്റ്റാർട്ട്സ് വിത്ത് ഡിറ്റർമൈനിങ് ദി ടൈപ്പ് ഓഫ് കോസ്റ്റ് ദാറ്റ് ഫ്ലോ ഇൻ ടു ദി ഇൻവെന്ററി അക്കൗണ്ട്സ്. ഓക്കെ, ഇൻവെന്ററി അക്കൗണ്ട്സിലേക്ക് വരുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യുക, അത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദർ ആർ 3 ടൈപ്സ് ഓഫ് ഇൻപുട്ട് മെഷർമെന്റ്. ഇൻപുട്ട് മെഷർമെന്റ് നടത്തുവാൻ മെയിനായിട്ട് 3 മെത്തേഡ്സുകളാണ്, 3 ടൈപ്സുകളാണ് വരുന്നത്. അതിൽ വരുന്നത് എന്താണ്, ഹിസ്റ്റോറിക്കൽ ബേസിസ്, ഇനി നോർമൽ ഹിസ്റ്റോറിക്കൽ, സ്റ്റാൻഡേർഡ് ഹിസ്റ്റോറിക്കൽ. ഇങ്ങനെ 3 എന്താണ് മെഷർമെന്റ് ബേസിസ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടിനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് വരുന്ന കോസ്റ്റിന്റെ അതിൻ്റെ ടൈപ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മെഷർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് മെഷർമെന്റ് ആണ് ഹിസ്റ്റോറിക്കലും നോർമൽ ഹിസ്റ്റോറിക്കലും സ്റ്റാൻഡേർഡ് ഹിസ്റ്റോറിക്കലും എന്ന് പറയുന്ന 3 ടൈപ്സ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നു.
ഇനി രണ്ടാമത്തെ എന്താണ്? ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡ് ആണ്. ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നതിനുള്ള മെത്തേഡ്. ദാറ്റ് ഈസ് ദിസ് ഇൻവോൾവ്സ് വാല്യൂയിങ് ദി കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററിയുടെ കോസ്റ്റ് വാല്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വൺ ക്യാൻ വാല്യൂ ഇൻവെന്ററി ഇൻ 4 ways. 4 രൂപത്തിൽ എന്ത് ചെയ്യാം? ഇൻവെന്ററിയെ വാല്യൂ ചെയ്യാം. അതിൽ ത്രൂപുട്ട് വരുന്നുണ്ട്, അതേപോലെ ഡയറക്റ്റ് മെത്തേഡ്, ഫുൾ അബ്സോർപ്ഷൻ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ്. ഇതൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും മെത്തേഡ്സുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻവെന്ററി വാല്യുവേഷൻ നടത്താം. ഇനി വരുന്നത് കോസ്റ്റ് അക്യുമുലേഷൻ മെത്തേഡ് ആണ്. ദാറ്റ് ഈസ് കോസ്റ്റ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ primarily refers to the method by which costs are collected and identified with particular jobs, orders, customers, departments, batch and process. ഓക്കെ, ഇത്തരത്തിൽ പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ടോ ബാച്ചിനെയോ ഡിപ്പാർട്ട്മെന്റിനെയോ കസ്റ്റമേഴ്സിനെയോ ഓർഡറിനെയോ അല്ലെങ്കിൽ ജോബിനെ ബേസ് ചെയ്തുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെർട്ടിക്കുലർ കോസ്റ്റിനെ കളക്ട് ചെയ്യുന്നതിനെയും ഐഡന്റിഫൈ ചെയ്യുന്നതിനെയും കോസ്റ്റ് അക്യുമുലേഷൻ എന്ന് പറയും. കോസ്റ്റ് അക്യുമുലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളാണ് ഏതൊക്കെ? ജോബ് ഓർഡർ മെത്തേഡ്, അല്ലെങ്കിൽ പ്രോസസ് മെത്തേഡ്, അല്ലെങ്കിൽ ബാക്ക് ഫ്ലഷ്, അല്ലെങ്കിൽ ഹൈബ്രിഡ് മെത്തേഡ്. ഇത്രയും മെത്തേഡുകളാണ് ഈ ഒരു കോസ്റ്റ് അക്യുമുലേഷൻ മെത്തേഡിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് എന്താണ്? കോസ്റ്റ് ഫ്ലോ അസംഷൻ ആണ്. കോസ്റ്റ് ഫ്ലോ അസംഷൻ, അതിന്റെ ഫ്ലോ ആണ് നോക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ഹൗ കോസ്റ്റ് ഫ്ലോ ത്രൂ ഡിഫറെന്റ് ഇൻവെന്ററി അക്കൗണ്ട്സ്. ഓക്കെ, ഡിഫറെന്റ് ഇൻവെന്ററി അക്കൗണ്ട്സിലൂടെ കോസ്റ്റ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ദർ ആർ 3 types ഓഫ് കോസ്റ്റ് അസംഷൻ: സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ, ഫിഫോ ആൻഡ് വെയ്റ്റഡ് ആവറേജ്. മെയിൻ ആയിട്ട് എന്താണ്? സ്പെസിഫിക് ഐഡന്റിഫിക്കേഷനിലൂടെയും ഫിഫോയിലൂടെയും അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജിലൂടെയാണ് കോസ്റ്റ് ഫ്ലോ അസംഷൻസ് നടത്തുന്നത്. നെക്സ്റ്റ് വരുന്നത് റെക്കോർഡിംഗ് ഇന്റർവെൽ കേപ്പബിലിറ്റി ആണ്. ഇന്റർവെൽ കേപ്പബിലിറ്റി റെക്കോർഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എ കമ്പനി ക്യാൻ മെയിൻറ്റെയിൻ എ ഇൻവെന്ററി ഓൺ എ പെർപച്വൽ ഓർ എ പീരീഡ് ബേസിസ്. ഓക്കെ, അതായത് അതിൻ്റെ ഇന്റർവെൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. പീരിയോഡിക് ബേസിസ് ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബേസിലോ എന്ത് ചെയ്യാം? ഇൻവെന്ററി മെയിൻ്റനൻസ് നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് പാർട്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ വരുന്നത്. ദാറ്റ് ഈസ് ഇൻപുട്ട് മെഷർമെന്റ് ബേസിസ്, ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡ്, കോസ്റ്റ് അക്യുമുലേഷൻ മെത്തേഡ്, കോസ്റ്റ് ഫ്ലോ അസംഷൻസ്, ദെൻ അതേപോലെ റെക്കോർഡിംഗ് ഇന്റർവെൽ കേപ്പബിലിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ്, ഇറ്റ് വിൽ ഹെൽപ്സ് ദി മാനേജ്മെന്റ് ടു എസ്റ്റിമേറ്റ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഫോർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഇൻവെന്ററി വാല്യുവേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെയുള്ള മാനേജ്മെന്റിന് കോസ്റ്റ് കൺട്രോളിനും ഇൻവെന്ററി വാല്യുവേഷനും അതേപോലെ പ്രോഫിറ്റബിലിറ്റി അനാലിസിസിനും വേണ്ടി ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് വിൽ ഹെൽപ്സ് ദി മാനേജ്മെന്റ് ടു ചെക്ക് ദി റോ മെറ്റീരിയൽസ് ഇൻ ഈച്ച് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലും എന്ത് ചെയ്യാൻ സാധിക്കും? റോ മെറ്റീരിയലിനെ ചെക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ, it will helps the management to lower the cost of the business operation. ബിസിനസ് ഓപ്പറേഷൻ്റെ കോസ്റ്റിനെ കുറച്ചു കൊണ്ടുവരുവാനും ബൈ ഐഡൻറ്റിഫൈങ് ആൻഡ് കൺട്രോളിങ് റിലവൻറ്റ് ഐറ്റംസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഇറ്റ് വിൽ ലീഡ്സ് ടു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അത് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ റെഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. The next one, fourth one, it will helps the management in understanding the closing value of materials, inventory, work in progress and finished goods inventory for preparing the financial statement. Financial statement prepare ചെയ്യുവാനേ വർക്കിംഗ് പ്രോഗ്രസിൻ്റെയും റോ മെറ്റീരിയൽസിൻ്റെ ക്ലോസിംഗ് വാല്യൂവും അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂവും ഇൻവെൻട്രിയുടെ വാല്യൂംസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ, ഒരു ഓർഗനൈസേഷനിലെ റോ മെറ്റീരിയൽസിനെ കുറിച്ച് ഇൻവെന്ററിയെ കുറിച്ച് കൃത്യമായിട്ട് മാനേജ്മെന്റിന് ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം. ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുവാൻ സാധിക്കും. അതായത് ഇൻവെന്ററി ആവശ്യമാകുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ജസ്റ്റ് ഇൻ ടൈം. പിന്നീട് അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്, മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വരുന്നത്. ഓക്കെ.